അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അദ്ദാദ് റാത്തീലിന്റെ ദിക്റുകളിലെ ഓരോ ദിക്റിന്റെ മഹത്വങ്ങളാണ് പറയുന്നത്. ഈ ദിക്റുകൾ അദ്ദാദിലായി കൊണ്ട് മാത്രമല്ല, ഒരാൾ സ്വന്തമായി ഈ ദിക്റുകൾ ചൊല്ലുകയാണെങ്കിൽ തന്നെ അതിന് വലിയതായ പുണ്യം ഉണ്ട്. അദ്ദാദിന്റെ 10 ദിക്റുകൾ 10 ക്ലിപ്പുകളിലായി നാം ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ആ 10 ദിക്റുകളുടെയും മഹത്വങ്ങൾ കേട്ട് മനസ്സിലാക്കണമെന്ന് ഉണർത്തലോട് കൂടെ ഇപ്പോൾ പറയുന്ന ഏറ്റവും ചെറിയ ഒരു ക്ലിപ്പാണിത്. ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം എന്ന് ഉണർത്തുകയാണ്. 11ാമത്തെ ദിക്ർ യാ റബ്ബനാ വഅഫു അന്നാ വംഹുൽ ലദീ കാന മിന്നാ എന്ന ദിക്റാണ്. യാ റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വഅഫു അന്നാ, ഞങ്ങളെ തൊട്ട് നീ മാഫ് ചെയ്യും. വംഹുൽ ലദീ കാന മിന്നാ, ഞങ്ങളിൽ നിന്ന് സംഭവിച്ച എല്ലാ തെറ്റുകളും നീ മായ്ച്ചു കളയണേ. ഇതിന്റെ മുമ്പ് പറഞ്ഞ പൊറുക്കലിനെ തേടുന്ന ദിക്ർ, ആ ദിക്റിനോട് ഏറെക്കുറെ അടുത്തു നിൽക്കുന്ന ഒരു ദിക്ർ തന്നെയാണ് ഈ ദിക്ർ. വ്യത്യാസമുള്ളത്, മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ തലബുൽ മഗ്ഫിറത്തി മഅനാഹു അസ്സത്റു, എന്റെ ദോഷം നീ പുറത്തു തരണേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതിനെ നീ മറക്കണേ എന്നാണ്, സത്ർ ചെയ്യല. തലബുൽ അഫ്വി, വഅഫു അന്നാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അൽ അഫ്വു മഅനാഹു അൽ മഹ്വു എന്നാണ്, മായ്ച്ചു കളയണമേ. വൽ മഹ്വു അബ്ലഉ മിനസ് സത്രി, മറച്ചു കളയുന്നതിനേക്കാൾ കുറച്ചും കൂടി, ഒരൽപ്പം കൂടി അധികമാണ് മഹ്വ്, മായ്ച്ചു കളയുക എന്നത്. വളരെ ഉന്നതമായ സ്ഥാനത്തെത്തിയ വലിയ ആരിഫീങ്ങളായ മഹാന്മാരായ ആളുകൾ പോലും അള്ളാഹുവിനോട് അഫ്വിനെ ചോദിക്കുകയിൽ ഉണ്ട്, മാഫ് ചെയ്യണമേ എന്ന്. മരപ്പെട്ട ഗസാലി ഇമാം അൽ അഫ്വു എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അസ്മാകളിൽപ്പെട്ട ഇസ്മിന്റെ ശറഅ് വിവരിക്കുന്നതിന്റെ മഅന വിവരിക്കുന്ന സ്ഥലത്ത് ഇത് പറഞ്ഞതായി കാണാൻ സാധിക്കും. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഇത് നിർദ്ദേശിച്ചിട്ടുണ്ട്. സഹിഹായ ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാലത്ത് അവർ പറയുന്നു, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇൻ വാഫഖതു ലൈലത്തുൽ ഖദ്രി മാ അദുബി, ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ, മനസ്സിലായാൽ ഞാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിക്കാൻ ഏറ്റവും പറ്റിയൊരു സമയം കിട്ടിയാൽ എന്ത് പ്രാർത്ഥിക്കണം എന്നാണല്ലോ ചോദിച്ചതിന്റെ അർത്ഥം. അതാണ് അതിന്റെ മാന. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖൂലി, ആയിഷ നീ പറഞ്ഞോ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ മാഫ് ചെയ്യുന്നവനാണ്, മാഫിനെ ഇഷ്ടപ്പെടുന്നവനുമാണ്, ഫഅഫു അന്നി, എന്നെ തൊട്ട് മാഫ് ചെയ്യണമേ എന്ന പ്രാർത്ഥന നടത്താനാണ് ഏറ്റവും പ്രാർത്ഥിക്കാൻ പറ്റിയ സമയമായ ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ നടത്തേണ്ട പ്രാർത്ഥന ഏതാണെന്ന് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി മാത്രമല്ല, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവർ പറയുന്നു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ,
അല്ലിംനി ശൈഅൻ അസ്അലുല്ലാഹു ബി, അല്ലാഹുവിനോട് ചോദിക്കാൻ ഒരു പ്രാർത്ഥന എനിക്ക് നീ പഠിപ്പിച്ചു തരണമേ എന്ന് നിങ്ങൾ പഠിപ്പിച്ചു തരണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ ചോദിച്ചപ്പോൾ ഖാലലി യാ അബ്ബാസ്, എന്നോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ബാസ് സലില്ലാഹുൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ, നിങ്ങൾ അല്ലാഹുവിനോട് അഫ്വിനും ആഫിയത്തിനും പ്രാർത്ഥിക്കുക. ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും മാപ്പ് ചെയ്യണം, ആഫിയത്ത് വേണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞത്. ഇതേപ്രകാരം തന്നെ ഹദീസിൽ കാണാം, വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്. ആ സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയില്ല ഒരു മുസ്ലിമും, ആ ഖൈറിനെ ചോദിക്കുകയില്ല. ചോദിച്ച ഖൈറിനെ അള്ളാഹു അവനിക്ക് നൽകിയിട്ടല്ലാതെ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഫഖാല റജുലുൻ, ഒരു പുരുഷൻ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാദാ അസ്അലു, അല്ലാഹുവിന്റെ റസൂലേ, ആ സമയത്ത് ഞാൻ എന്താ ചോദിക്കേണ്ടത്? ഖൈർ എന്നതുകൊണ്ട് എന്താ ചോദിക്കാൻ നല്ലത്? ഖാല ഇസ്അലില്ലാഹൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ, നീ ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്തിനെ ചോദിച്ചോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആഫിയത്ത് ഹിസ്സിയായ ആഫിയത്തുണ്ട്, മഅനവിയായ ആഫിയത്തും ഉണ്ട്. ഹിസ്സിയായ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ രോഗങ്ങളിൽ നിന്നും മറ്റൊക്കെ സുഖമായി നിൽക്കുക എന്നതും, അതേ പ്രകാരം തെറ്റുകൾ സംഭവിക്കുന്നതിനെ തൊട്ട് സംരക്ഷണം ലഭിക്കുക എന്നതും ഹിസ്സിയായ ആഫിയത്തിൽ പെടുന്നു. മഅനവിയായ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ സലാമത്തുൽ ഖുലൂബി മിനശ് ശക്കി വൽ ഔഹാമി വമിൻ ഇദ്മാരി ശദ്ദി ലിഅഹദി മിൻ അഹ്ലിൽ ഇസ്ലാം, മുസ്ലിങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരാളോട് ഒരു ശത്രുത ഹൃദയത്തിൽ വെക്കുന്നതിനെ തൊട്ട് കാക്കുക. അതേ പ്രകാരം സംശയങ്ങൾ, ഊഹാപോഹങ്ങളിൽ നിന്ന് നമ്മുടെ ഹൃദയം രക്ഷപ്പെടുക, അതാണ് മാനവീയ ആഫിയത്ത്. അപ്പോ ഇവകൾ ചോദിക്കുക എന്നത് വളരെ പുണ്യമുള്ളതാണ്. ആ ദിക്റാണ് യാ റബ്ബനാ വഅഫു അന്നാ വംകുല്ലദീ കാന മിന്നാ എന്ന് പറയുന്ന ദിക്ർ. ഈ ദിക്ർ അദ്ദാദിലല്ലാതെ തന്നെ നാം വർദ്ധിപ്പിച്ചാൽ അതുകൊണ്ട് വലിയ മഹത്വം ഉണ്ട്. 11ാമത്തെ ദിക്റാണ് ഇത്. അടുത്ത ക്ലിപ്പിൽ 12ാമത്തെ ദിക്റിന്റെ മഹത്വം ഉണ്ടാകും, അതും കേൾക്കണം എന്ന് ഉണർത്തുന്നു. ഇതുപോലെയുള്ള അറിവുകൾ നേടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് നൽകുകയും ചെയ്യണമെന്ന് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.